ഇന്ന് നമ്മൾ ആനിമൽ കിങ്ഡത്തിലെ 6ാമത്തെ സെഷനാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഫൈലം കോഡേറ്റ. ഓക്കെ, ഈ ഫൈലം കോഡേറ്റയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോട്ടോകോഡ്, ഡോർസൽ നെർവ് കോഡ്, അതേപോലെ തന്നെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്, ഇതൊക്കെയാണ് കേട്ടോ. സോ ഹിയർ ദ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോഡേറ്റ ദാറ്റ് ഇൻക്ലൂഡ് നോട്ടോകോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ് ആൻഡ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്. എന്താണ് ഈ നോട്ടോകോഡ്, എന്താണ് ഈ ഡോർസൽ ഹോളോ നെർവ് കോഡ്, എന്താണ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് എന്ന് നമുക്ക് നോക്കാം. നോട്ടോകോഡ് എന്ന് പറയുന്നത് ഇത് നോക്കിക്കേ, ഈ ഒരു സ്ട്രക്ചറാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇത് ഓർഗാനിസത്തിന്റെ ഡോർസൽ സർഫസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ പുറാണ് ഈ കാണുന്നത്. ഇതിന്റെ ഈ ഭാഗത്ത്, അതായത് മീസോഡെർമൽ ലെയറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഈ നോട്ടോകോഡ് ഈ നോട്ടോകോഡ് ഉണ്ടാകുന്ന മീസോഡെർമൽ ഒറിജിനാന്ന് നമ്മൾ പറഞ്ഞു. ഈ നോട്ടോകോഡ് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്താണ് എന്തുണ്ടാവുക, നെർവ് കോഡ് ഉണ്ടാവുക. ഈ നോട്ടോകോഡിന്റെ പുറത്തായിട്ടാണ് എന്തുണ്ടാവുക, നെർവ് കോഡ്. അതായത് അതിന്റെ മേലെയായിട്ടാണ് നെർവ് കോഡ് ഉണ്ടാവുക. അപ്പൊ ഈ നെർവ് കോഡിനെയാണ് നമ്മൾ ഹോളോ നെർവ് കോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തിരിക്കുന്ന ഹോളോ നെർവ് കോഡ്. ഹോളോ നെർവ് കോഡ് എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ, ഈ നെർവ് കോഡ് സ്പൈനൽ കോഡാണ് കേട്ടോ. ഇതിനെ കവർ ചെയ്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വളരുക ചെയ്യുക, ഇതിനിങ്ങനെ ഇങ്ങോട്ട് വളരുക ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വളരുമ്പോൾ ഇതൊരു ട്യൂബ് പോലെ ഇരിക്കും. അതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ആ വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിൽ കൂടെയുള്ള ആ ഒരു ഏരിയ എങ്ങനെയായിരിക്കും, ഹോളോ ആയിരിക്കും അല്ലെ. ആ ഹോളോ ആയിട്ടുള്ള ആ ഏരിയയിൽ നമുക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. അതിനകത്തോടെ നമുക്ക് നെർവ് കോഡും ഉണ്ടാവും. ഈ നെർവ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ന്യൂറോൺസ് തന്നെയാണ് കേട്ടോ. അതാണ് ഈ നോട്ടോകോഡ്, നെർവ് കോഡ് എന്ന് പറയുന്നത്. നോട്ടോകോഡ് എന്ന് പറയുന്നത് അത് മീസോഡെർമലി ഡിറൈവ് ചെയ്യുന്ന ഒരു റോഡ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹയർ ഓർഗാനിസത്തിന്റെ കേസിൽ, അതായത് വെർട്ടിബ്രേറ്റ്സിന്റെ ഒക്കെ കേസിൽ ഇത് എന്താവും അറിയോ, നമ്മളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനമാണ് വെർട്ടിബ്രൽ കോളത്തിന്റെ ഒരു ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യും. വെർട്ടിബ്രൽ കോളത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ നോട്ടോകോഡ് ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ അവിടെയാണെങ്കിൽ ക്രേനിയത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഈ നോട്ടോകോഡിന്റെ എക്സ്റ്റൻഷൻ ആണ്. ബ്രെയിനില് ക്രേനിയവും അതേപോലെ തന്നെ ബാക്ക് ബോൺ ആ ഭാഗത്ത് വെർട്ടിബ്രൽ കോളം ആയിട്ട് ഈ പറയുന്ന നോട്ടോകോഡ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നോട്ടോകോഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. നോട്ടോകോഡ് നമുക്കൊക്കെ നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമല്ല, നമ്മൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിനെയൊക്കെ ഒന്നുപോലെ കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളാവും അല്ലെങ്കിൽ ബോണി വെർട്ടിബ്രൽ കോളാവും. നമുക്ക് ബോണി വെർട്ടിബ്രൽ കോളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഡോർസൽ ഹോളോ നെർവ് കോഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ന്യൂറോൺസിനെയാണ് ഡോർസൽ ഹോളോ നെർവ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ കോഡേറ്റ്സിന്റെ ഒക്കെ കേസിൽ നമ്മൾ പഠിച്ചത് അതിന്റെ നെർവ് കോഡ് പോകുന്നത് വെൻട്രൽ പാർട്ടിൽ കൂടിയായിരുന്നു, വെൻട്രൽ സർഫസിൽ കൂടിയായിരുന്നു അതിന്റെ ന്യൂറോൺസ് പാസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെയാണ്, ഡോർസൽ ഹോളോ നെർവ് കോഡാണ്. ഒരു ഹോളോ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കൂടിയാണ് ന്യൂറോൺ പാസ് ചെയ്യുന്നത്. ഇവിടെ ഹോളോ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കൂടി ഒന്നല്ല ന്യൂറോൺസ് പാസ് ചെയ്യുന്നത്, ഒരു സോളിഡ് ന്യൂറോൺ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഓക്കെ, അതായത് വെൻട്രൽ സോളിഡ് ഡബിൾ ന്യൂറോൺസ്, അതായത് ബോഡിയുടെ രണ്ട് സൈഡിൽ കൂടെ ന്യൂറോൺ പാസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് നോൺ കോഡേറ്റ്സിന്റെ കേസിൽ കാണാൻ കഴിയുക. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഡോർസൽ സർഫസിൽ ഈ വെർട്ടിബ്രൽ കോളം കവർ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഹോളോ ആയിട്ടുള്ള ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് നെർവ് കോഡ്. അത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഉള്ളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോഡേറ്റിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ അതിന്റെ കുറച്ച് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് നോട്ടോകോഡ് ഉണ്ടാവും. അതിന്റെ ലൈഫ് സ്റ്റേജിൽ എവിടെയെങ്കിലും അതിന് നോട്ടോകോഡ് ഉണ്ടാവും. ഇപ്പൊ നോട്ടോകോഡ് വെർട്ടിബ്രൽ കോളം ഉള്ള ഒരു ഓർഗാനിസം ആണെങ്കിൽ അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അവർക്ക് നോട്ടോകോഡ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ നെർവ് കോഡ് ഉണ്ട്. അത് ഡോർസൽ ഹോളോ നെർവ് കോഡാണ് ഈ പറയുന്ന കോഡേറ്റിലുള്ളത്. നോൺ കോഡേറ്റിലാണെങ്കിൽ വെൻട്രൽ സർഫസിലായിരിക്കും അവരുടെ നെർവ് കോഡ്, അതേപോലെ അത് സോളിഡ് ആയിരിക്കും, അതുപോലെ അത് പെയേർഡ് ഡബിൾ നെർവ് കോഡായിട്ടായിരിക്കും കാണുക. ഓക്കെ, ഇനി ഇവരുടെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് എന്ന് പറയുന്നത്. ഈ പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഫാരിഞ്ചിയൽ ഈ ഓർഗാനിസത്തിന്റെ ഫാരിങ്സിന്റെ റീജിയനിൽ നിന്ന്, ഇതും നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ, അതായത് ലൈഫ് സൈക്കിളിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ഇതർ ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ് ഓർ ത്രൂ ഔട്ട് ദ ലൈഫ്, നമുക്ക് ഈ പറയുന്ന പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് കാണാം. നമുക്ക് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിലാണ് ഈ പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് ഉള്ളത് കേട്ടോ. എന്താണ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് എന്ന് ചോദിച്ചാൽ,
ഫാരിങ്സ് റീജിയനിൽ നിന്ന് പുറത്തേക്ക് പെയേർഡ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന, അതായത് ഇത് ഈ സൈഡിലുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ലാറ്ററലി ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും കാണുന്നതാണ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫാരിങ്സ് പുറത്തേക്ക് ഓപ്പൺ ആവുന്ന, അപ്പോൾ പുറത്തേക്ക് ഓപ്പൺ ആവുന്ന ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഗിൽ സ്ലിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഫാരിങ്സിൽ കൂടെ വരുന്ന വെള്ളം ഇത് ഈ പെയേർഡ് ഗിൽ സ്ലിറ്റ് വഴി പുറത്തേക്ക് വിടും. രണ്ട് സൈഡിലും ഗിൽ സ്ലിറ്റ് വഴി പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ വെള്ളത്തിലുള്ള ഓക്സിജനെ ഗിൽ സ്ലിറ്റിൽ ട്രാപ്പ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാ? അവരുടെ റെസ്പിറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഫാരിങ്സ് റീജിയനിൽ പെയേർഡ് ആയിട്ട് കാണുന്ന ഗിൽ സ്ലിറ്റ്, അതായത് ഓപ്പണിംഗ്. ആ ഓപ്പണിംഗ് ഫാരിങ്സ് റീജിയനിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വിടാനും ആ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൽ ഓക്സിജനെ ട്രാപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റും എന്ത് ക്യാരക്ടറാണ്? ഈ കോഡേറ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അപ്പൊ എന്താ നോട്ടോകോഡ്, എന്താ ഹോളോ നെർവ് കോഡ്, എന്താ പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് എല്ലാം ബൈലാറ്ററലി സിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. അവർക്ക് സീലോമേറ്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് അവർക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഒരു പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടും. അവർക്ക് 3 ജേം ലെയേഴ്സ് ഉണ്ട്, സീലോം ഉണ്ട്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ വി ക്യാൻ സീ ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ഓക്കെ, അതേപോലെ തന്നെ പോസ്റ്റ് ഏനൽ ടെയിൽ ഉണ്ട് ഇവർക്ക്. പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് കേട്ടോ. ഇതിന്റെ ആനസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരിക്കും ഏനസ് കഴിഞ്ഞിട്ട് ഒരു ടെയില് നീണ്ടു നിൽക്കുന്നുണ്ട്. അതിനാണ് പോസ്റ്റ് ഏനൽ ടെയിൽ. ഈ പോസ്റ്റ് ഏനൽ ടെയില് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളതും അത്ര ഡെവലപ്പ് അല്ലാത്തതും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ കേസിലാണെങ്കിൽ കോക്കിക്സ് എന്ന് പറയുന്ന ഒരു ബോൺ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്, പക്ഷെ അത് എന്താ പറയുക, ടെയില് പോലെ നീണ്ടു നിൽക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, പക്ഷെ ബാക്കി വേറെ കുറെ ഓർഗാനിസത്തിൽ, കോഡേറ്റ്സ് ആയിട്ടുള്ള കുറെ ഓർഗാനിസത്തിൽ മങ്കി, അതേപോലെ എന്താണ് ഈ ഡോഗ്, ക്യാറ്റ്, ഇതിനൊക്കെ നമുക്ക് വാല് കാണാൻ പറ്റും. റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന പോസ്റ്റ് എനൽ ടെയില് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണുള്ളത്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഇവരുടെ കംപ്ലീറ്റ് ആണ്. അതായത് മൗത്തും ആനസും ഒക്കെ ഉണ്ട് ഇവർക്ക് കേട്ടോ. മൗത്തും ആനസും ഒക്കെ ഉള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഇവർക്കുള്ളത്. ഇനി ഇവിടെ നോക്കിയാൽ ഈ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് ഹാർട്ട് ഉണ്ട്. ഹാർട്ട് ഈസ് ദ പമ്പിംഗ് ഓർഗൻ. ഇവരുടെ ഹാർട്ട് ഇരിക്കുന്ന എവിടെയാണെന്നറിയോ? വെൻട്രലി പ്ലേസ്ഡ് ഹാർട്ടാണ്. അത് 2 ചേമ്പറോ 3 ചേമ്പറോ 4 ചേമ്പറോ ഉള്ള സിംഗിൾ ഹാർട്ടാണ് ഇവർക്കുള്ളത്. അതാണ് അവരുടെ പമ്പിംഗ് ഓർഗൻ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവർക്കുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ എ കമ്പാരിസൺ ഓഫ് സെലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സിനെയും നോൺ കോഡേറ്റ്സിനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ see here, comparison of chordates and non-chordates. Chordates, they will be having notochord. Notochord present ആയിരിക്കും കോഡേറ്റില്. നോൺ കോഡേറ്റില് നോട്ടോകോഡ് ആബ്സെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ കോഡേറ്റില് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇനി നോൺ കോഡേറ്റ്സിന്റെ കേസിലാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് വെൻട്രൽ ആണ്, സോളിഡ് ആണ്, ഡബിൾ ആണ്. ഓക്കെ, അതേപോലെ ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ് ഇൻ കോഡേറ്റ്. ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ് ആണ് നോൺ കോഡേറ്റിൽ. നമുക്ക് ഗിൽ സ്ലിറ്റ്സ് ഒന്നും കാണാൻ കഴിയില്ല. ഹാർട്ട് കോഡേറ്റ്സിൽ വെൻട്രൽ ഹാർട്ടാണ്. നമ്മുടെ ഹാർട്ട് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ചെസ്റ്റ് റീജിയനിൽ തൊറാസിക് ക്യാവിറ്റിയിൽ 2 ലങ്സിന്റെ ഇടയിലായിട്ട് മീഡിയാസ്റ്റീനം എന്ന പ്ലേസിൽ, രണ്ട് ലങ്സിന്റെ ഇടയിൽ കാണുന്ന മീഡിയാസ്റ്റീനം എന്ന റീജിയനിൽ അവിടെ എന്താണ് കുറച്ച് ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ആയിട്ടാണ്, കുറച്ച് ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് ഹാർട്ട്. പക്ഷെ നോൺ കോഡേറ്റ്സിന്റെ കേസിലൊക്കെ ഹാർട്ട് ഇരിക്കുന്നത് ഡോർസൽ സൈഡിലാണ്, അവരുടെ പുറത്തായിട്ടാണ് ഹാർട്ട് ഇരിക്കുന്നത്. അതേപോലെ കോഡേറ്റില് പോസ്റ്റ് ഏനൽ പാർട്ട് അല്ലെങ്കിൽ ടെയില് ഉണ്ടാവും. പക്ഷെ നോൺ കോഡേറ്റ്സിലോ പോസ്റ്റ് ഏനൽ ടെയില് ആബ്സെന്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫൈലം കോഡേറ്റിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Phylum Chordata. Animals belonging to phylum Chordata are fundamentally characterized by the presence of notochord, a dorsal hollow nerve cord, and a paired pharyngeal gill slit. Okay, നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതൊക്കെ കേട്ടോ. These are bilaterally symmetrical, triploblastic, coelomate with organ system level of body organization. They possess a post-anal tail and a closed circulatory system.
Table 4.1 presents a comparison of salient features of caudate and non-caudate. Caudates, they have notochord. Non-caudates, they do not have notochord. Caudates, they have central nervous system is dorsal, hollow and single. Non-caudate central nervous system is ventral, solid and double. Caudates, pharynx perforated by gill slit. Non-caudate, gill slits are absent. Caudate, the heart is ventral. Non-caudate, heart is dorsal if present. Caudate, a post-anal part or tail is present. Non-caudate, post-anal tail is absent. ഇനി നമ്മൾ ഫൈലം കോഡേറ്റ എങ്ങനെയാണ് ഡിഫറെന്റ് സബ് ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. അതെന്തിന്റെ ബേസിലാണെന്നറിയോ? ഓൺ ദ ബേസിസ് ഓഫ് ക്രേനിയം, വെർട്ടിബ്രൽ കോളം ആൻഡ് പെയേർഡ് അപ്പൻഡേജസ്. ക്രേനിയം ഉണ്ടോ ഇല്ലയോ, വെർട്ടിബ്രൽ കോളം ഉണ്ടോ ഇല്ലയോ, അതേപോലെ തന്നെ പെയേർഡ് അപ്പൻഡേജസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഫൈലം കോഡേറ്റനെ 3 സബ് ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ 3 സബ് ഫൈലം എന്ന് പറയുന്നത് യൂറോ കോഡേറ്റ ഓർ ടൂണിക്കേറ്റ. സി ഹിയർ കോഡേറ്റ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു യൂറോ കോഡേറ്റ ഓർ ടൂണിക്കേറ്റ, cephalochordata and vertebrata. Okay, so here subphylum Urochordata and Cephalochordata, ഇതിന് രണ്ടിനെയും നമ്മൾ സാധാരണ പ്രോട്ടോകോഡേറ്റ്സ് എന്നാ പറയാ. പ്രോട്ടോകോഡേറ്റ്സ് അല്ലെങ്കിൽ എക്രേനിയ, സ്കള്ളില്ലാത്ത, ക്രേനിയം ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് ഈ ടൂണിക്കേറ്റ അതുപോലെ സെഫാലോകോഡേറ്റ അല്ലെങ്കിൽ യൂറോകോഡേറ്റ ആൻഡ് സെഫാലോകോഡേറ്റ. യൂറോകോഡേറ്റയില് നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളത് ലാർവൽ ടെയിലിൽ മാത്രമാണ് നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അതായത് അത് അഡൽട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നോട്ടോകോഡ് ഉണ്ടാവില്ല. അപ്പൊ യൂറോകോഡയില് നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളത് ലാർവൽ ടെയിലിൽ മാത്രമേ ഉള്ളൂ. ഈ യൂറോകോഡേറ്റനെ നമ്മൾ ടൂണിക്കേറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ യൂറോകോഡേറ്റ എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ ബോഡി കവർ ചെയ്തിട്ട് ഒരു ടൂണിസിൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ടിഷ്യൂ കാണാം. അതുകൊണ്ടാണ് അതിന് ടൂണിക്കേറ്റ എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഈ യൂറോകോഡേറ്റയുടെ ബോഡി സർഫസിൽ എ സ്പെഷ്യൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ഇസ് പ്രസന്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ടൂണിസിൻ. ടൂണിസിൻ എന്ന ഒരു സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ടൂണിക്കേറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ. അതേപോലെ ഈ യൂറോകോഡേറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നത് മോട്ടൈലായിരിക്കും, പക്ഷേ അതിന്റെ അഡൽട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് നോൺ മോട്ടൈലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് അല്ല, താഴത്തേക്കാണ് അതിന്റെ ഡെവലപ്മെന്റ്. അതിന് ഉള്ള കേപ്പബിലിറ്റിയും കൂടെ ഇല്ലാണ്ടായി പോവാണ് അഡൽട്ട് സ്റ്റേജ് ആവുമ്പോൾ എന്നാണ് പറയുന്നത്. അതിന് റിട്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് കാണിക്കുന്നു എന്ന് പറയും. യൂറോകോഡേറ്റ ഒരു റിട്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് കാണിക്കുന്ന ഓർഗാനിസ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് യൂറോകോഡേറ്റയില് അതിന്റെ ലാർവൽ സ്റ്റേജിൽ ഇതിന് മൊബിലിറ്റി ഉണ്ട്, അതായത് മോട്ടൈൽ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അത് അഡൽട്ട് ആയി കഴിഞ്ഞാൽ ദേ വിൽ ബി സെസൈൽ ഓർഗാനിസം, ഒരുമാതിരി ഫിക്സഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. കണ്ടോ, അത് ഈ ആസിഡിയൊക്കെ യൂറോകോഡേറ്റയിൽ വരുന്നതാണ്. ഇതിങ്ങനെ ഒരു സബ്സ്ട്രേറ്റത്തിൽ ഫിക്സ് ചെയ്ത രീതിയിലായിരിക്കും കാണുക, ഇതിന് മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ യൂറോകോഡേറ്റ ഇറ്റ് ഷോഡ് റിട്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്. റിട്രോഗ്രസീവ് ഡെവലപ്മെന്റ് അതായത് ഡെവലപ്മെന്റ് താഴത്തേക്കായിരിക്കും, അതിൽ ഉള്ള കേപ്പബിലിറ്റിയും കൂടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, ഈ പ്രോട്ടോകോഡേറ്റ്, യൂറോകോഡേറ്റ് ആണെങ്കിലും സെഫാലോകോഡേറ്റ് ആണെങ്കിലും രണ്ടും എക്സ്ക്ലൂസീവ്ലി മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതാണ് കേട്ടോ. ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ ഇത് കാണുകയില്ല, മറൈൻ ഹാബിറ്റാറ്റിലാണ് ഈ രണ്ട് ഗ്രൂപ്പ് ഓർഗാനിസംസും കാണുന്നത്. ഓക്കെ, ഇനി സെഫാലോകോഡേറ്റിന്റെ കേസിലാണെങ്കിൽ ഇതിന്റെ നോട്ടോകോഡ് ഹെഡ് മുതൽ ടെയിൽ വരെ അവരുടെ ത്രൂ ഔട്ട് ലൈഫിൽ നമുക്കത് കാണാൻ കഴിയും. സെഫാലോകോഡേറ്റിന്റെ കേസിലാണെങ്കിൽ ഇതിന്റെ നോട്ടോകോഡ് ഹെഡ് മുതൽ ടെയിൽ വരെ ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഈ യൂറോകോഡേറ്റിനെയും സെഫാലോകോഡേറ്റിനെയും പറ്റി പറയാം. യൂറോകോഡേറ്റയിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണുന്നത് കേട്ടോ. യൂറോകോഡേറ്റയിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആയിരിക്കും യൂറോകോഡേറ്റയിൽ ഉള്ളത്. അതേപോലെ തന്നെ ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ട് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ഈസ് ട്യൂബുലാർ ഹാർട്ടാണ്. അല്ലാതെ നമുക്ക് ഈ ചേമ്പേർഡ് ഹാർട്ട് കാണില്ലേ, അതുപോലത്തെ ഒരു ഹാർട്ടൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ദിസ് ഈസ് ഹാവിംഗ് ട്യൂബുലാർ ഹാർട്ട്. ഓക്കെ, അപ്പൊ യൂറോകോഡേറ്റയിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ട്യൂബുലാർ ഹാർട്ടാണ് കാണുക. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇവർക്ക് കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആണ് കേട്ടോ. എക്സ്ക്രീറ്ററി സിസ്റ്റം അവർക്ക് കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആണ്. കിഡ്നി എന്നൊരു സ്ട്രക്ചർ തന്നെ ഇവർക്ക് ഇല്ല. ഓക്കെ, ഇനി സെഫാലോകോഡേറ്റിന്റെ കേസിൽ, അപ്പൊ യൂറോകോഡേറ്റിന്റെ കേസിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്, അതേപോലെ കിഡ്നി ഇല്ല, ഹാർട്ട് ജസ്റ്റ് ട്യൂബുലാർ ഹാർട്ട്
ഹാർട്ടാണ് ഇവർക്കുള്ളത്. ഇനി സെഫാലോകോഡേറ്റിന്റെ കേസിലാണെങ്കിൽ അതിന്റെ നോട്ടോകോഡ് ത്രൂ ഔട്ട് ലൈഫ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹെഡ് മുതൽ ടെയിൽ വരെ അതിന്റെ നോട്ടോകോഡ് കാണുന്നുണ്ടാവും. അതായത് ത്രൂ ഔട്ട് ലൈഫിൽ നമുക്ക് അഡൽട്ട് സ്റ്റേജിലും ലാർവൽ സ്റ്റേജിലും ഒക്കെ ഹെഡ് മുതൽ ടെയിൽ വരെ അതിന്റെ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും സെഫാലോകോഡേറ്റയുടെ കേസിൽ കേട്ടോ. ഈ സെഫാലോകോഡേറ്റയിൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണുന്നത്. സെഫാലോകോഡേറ്റ ഹാസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവർക്കുള്ളത്. ഇനി ഇതിന് പമ്പിംഗ് ഓർഗൻ ഇല്ല, ഹാർട്ട് ഈസ് ആബ്സെന്റ് ഇൻ ദം, ഹാർട്ട് ഇല്ല. പക്ഷേ പമ്പിംഗ് ഓഫ് ബ്ലഡ് ഇറ്റ് ഒക്കേഴ്സ് ത്രൂ പൾസേറ്റീവ് മൂവ്മെന്റ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. പമ്പിംഗ് ഓഫ് ബ്ലഡ് ഒക്കേഴ്സ് ഡ്യൂ ടു pulsative movement of the blood vessels. ഓക്കെ, ബ്ലഡ് വെസൽസിന്റെ പൾസേറ്റീവ് മൂവ്മെന്റ് കൊണ്ടാണ് അവിടെ പമ്പിംഗ് നടക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് സെഗ്മെന്റഡ് കിഡ്നിയാണ് എക്സ്ക്രീഷൻ ചെയ്യുന്നത്. Excretion by excretory organ segmented kidney ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിനെ പെയേർഡ് നെഫ്രീഡിയ എന്നൊക്കെ പറയാം ഈ ഒരു സെഗ്മെന്റഡ് കിഡ്നിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വെർട്ടിബ്രേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള ആണ് ഇതിനെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഇവിടെ പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ സി ഹിയർ ഫൈലം കോഡേറ്റനെ നമ്മൾ യൂറോകോഡേറ്റ അല്ലെങ്കിൽ ടൂണിക്കേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ എന്നാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സബ് ഫൈലം യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും കൂടി നമ്മൾ പ്രോട്ടോകോഡേറ്റ അല്ലെങ്കിൽ എക്രേനിയ എന്ന ഒരു വിഭാഗത്തിലാണ് പെടുത്തുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്ന ഓർഗാനിസ് ആണ്. യൂറോകോഡേറ്റയിൽ നോട്ടോകോഡ് പ്രസന്റ് ചെയ്യുന്ന ലാർവൽ ടെയിലിൽ മാത്രമേ ഉള്ളൂ. അഡൽട്ട് സ്റ്റേജിൽ നമുക്ക് നോട്ടോകോഡിനെ കാണാൻ കിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർവൽ സ്റ്റേജ് ആണ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ലാർവൽ സ്റ്റേജ് മോട്ടൈലാണ്, പക്ഷേ അഡൽട്ട് സ്റ്റേജ് അത് നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു റിട്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നതെന്ന് പറയാം. അതായത് ഡെവലപ്മെന്റ് താഴത്തേക്കാണ്, മേലേക്കല്ല എന്ന് പറയാം. അതായത് അഡൽട്ട് മൂവ്മെന്റ് കാണിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഇതിനെ ടൂണിക്കേറ്റ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബോഡി സർഫസ് കവർ ചെയ്തിട്ട് ട്യൂണിസിൻ എന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉള്ളത് കൊണ്ടാണ്. TUNICIN, അത് സെല്ലുലോസ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ടൂണിസിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഇതിന്റെ ബോഡി സർഫസിൽ ഉള്ളത് കൊണ്ടാണ് അതിനെ ടൂണിക്കേറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം. പിന്നെ അവരുടെ യൂറോകോഡേറ്റയിൽ സർക്കുലേറ്ററി സിസ്റ്റം നോക്കിയാൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അവരുടെ ഹാർട്ട് വന്നിട്ട് ഒരു ട്യൂബുലാർ ഹാർട്ടാണ്. അതേപോലെ അവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നൊന്നും പറയാനായിട്ട് യൂറോകോഡേറ്റയിൽ ഇല്ല. സെഫാലോകോഡേറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നോട്ടോകോഡ് ത്രൂ ഔട്ട് ദ ലൈഫ് ഹെഡ് മുതൽ ടെയിൽ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും. ഇതിന്റെ ലാർവൽ സ്റ്റേജും അതുപോലെ അഡൽട്ട് സ്റ്റേജും രണ്ടും മോട്ടൈലാണ്. അതുകൊണ്ട് ഇത് റിട്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഒന്നും കാണിക്കുന്ന ഓർഗാനിസം അല്ല കേട്ടോ. അതേപോലെ നമുക്ക് ഈ സെഫാലോകോഡേറ്റയുടെ കേസിൽ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഹാർട്ട് ആബ്സെന്റ് ആണ്. പമ്പിംഗ് ഓഫ് ബ്ലഡ് ഒക്കേഴ്സ് ഡ്യൂ ടു പൾസേറ്റീവ് മൂവ്മെന്റ് ഓഫ് ദ ബ്ലഡ് വെസൽസിന്റെ പൾസേറ്റീവ് മൂവ്മെന്റ് കൊണ്ടാണ് ബ്ലഡ് പമ്പിംഗ് നടക്കുന്നത്. ഇവിടെയാണെങ്കിലോ ട്യൂബുലാർ ഹാർട്ട് ഉണ്ട് ഇവർക്ക് കേട്ടോ. അതേപോലെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്ന സെഗ്മെന്റഡ് കിഡ്നിയാണ്, അല്ലെങ്കിൽ പെയേർഡ് നെഫ്രീഡിയ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, so here the example for this Eurocodata and Cephalochordata. Eurocodata के example ആണ് Acidia salpa doliolum. Cephalochordata के example ആണ് Branchiostoma. ബ്രാങ്കിയോസ്റ്റോമയിൽ വരുന്നതാണ് ഈ ആംഫിയോക്സിസ് അല്ലെങ്കിൽ ലാൻഡ്സ്ലേറ്റ് എന്ന് പറയുന്ന ഓർഗാനിസംസ് കേട്ടോ. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂറോകോഡേറ്റയുടെയും സെഫാലോകോഡേറ്റയുടെയും. ഓക്കെ, ഇനി ഈ മെമ്പേഴ്സ് ഓഫ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ, അതിന് നോട്ടോകോഡ് ഉണ്ട് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡിൽ മാത്രം അവർക്ക് നോട്ടോകോഡ് ഉള്ളൂ. ഈ നോട്ടോകോഡ് അത് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട്. അതായത് കംപ്ലീറ്റ് ഡെവലപ്മെന്റ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ നോട്ടോകോഡ് വന്നിട്ട് റീപ്ലേസ് ചെയ്ത് ബോണി അല്ലെങ്കിൽ എല്ല് കൊണ്ടുള്ളതോ അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ടിഷ്യൂ കൊണ്ടുള്ള ഒരു വെർട്ടിബ്രൽ കോളായിട്ട് ഡെവലപ്പ് ചെയ്യും.
അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണെന്ന് പറയാം. കാരണം എന്താ, ഈ വെർട്ടിബ്രൽ കോളം അതുപോലെ തന്നെ കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി വെർട്ടിബ്രൽ കോളം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് എവിടുന്ന്, നോട്ടോകോഡിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് പറയാം വെർട്ടിബ്രേറ്റ്സ് എല്ലാം കോഡേറ്റ് ആണ്. പക്ഷേ ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. എല്ലാ കോഡേറ്റും വെർട്ടിബ്രേറ്റ് ആവില്ല. നമ്മൾ നോൺ വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള കോഡേറ്റിന്റെ കാര്യമാണ് യൂറോ കോഡേറ്റ സെഫാലോ കോഡേറ്റ പറഞ്ഞത് അല്ലേ. അപ്പൊ അവർ രണ്ടുപേരും വെർട്ടിബ്രേറ്റ്സ് അല്ല. സോ ഹിയർ ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. ഇനി ഇതിന്റെ ബേസിക് കോഡേറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലാതെ വെർട്ടിബ്രേറ്റ്സിൽ കാണുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. വെർട്ടിബ്രേറ്റ് ഹാവ് എ വെൻട്രൽ മസ്കുലാർ ഹാർട്ട്. അവർക്ക് വെൻട്രൽ മസ്കുലാർ ഹാർട്ട് ഉണ്ട് വിത്ത് 2 or 3 or 4 ചേമ്പേഴ്സ്. 2 3 4 ചേമ്പർ ഉള്ള വെൻട്രൽ ഹാർട്ട്, മസ്കുലാർ ഹാർട്ട് ഇവർക്കുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അത്ര ഡെവലപ്പ് ആയിട്ടുള്ള ഹാർട്ട് ഇല്ല അല്ലെ, സെഫാലോകോഡേറ്റയിലും അതേപോലെ യൂറോകോഡേറ്റയിലും. അപ്പോൾ കിഡ്നി അതേപോലെ തന്നെ അതിന്റെ കിഡ്നി ഫോർ എക്സ്ക്രീഷൻ, കിഡ്നി ഉണ്ട് അവർക്ക് എക്സ്ക്രീഷന് വേണ്ടിയിട്ടും ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ടും. അതേപോലെ ദേ ഹാവ് പെയർഡ് അപ്പൻഡേജസ് വിത്ത് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ്. ഒന്നുപോലെ പെയർഡ് ഫിൻസോ അല്ലെങ്കിൽ പെയർഡ് ലിംസോ എന്തിൽ കാണാൻ പറ്റും, ഈ വെർട്ടിബ്രേറ്റിന്റെ കേസിൽ കാണാൻ പറ്റും. പക്ഷേ ഈ സെഫാലോകോഡേറ്റും യൂറോകോഡേറ്റും പെയർഡ് അപ്പൻഡേജസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. ഓക്കെ, ജനറലി ആണ് കേട്ടോ പെയർഡ് അപ്പൻഡേജസ് ഇതിനകത്ത് കാണുന്ന, ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. സോ വി വിൽ സീ ദാറ്റ് ആഫ്റ്റർവേഴ്സ്. നമുക്കിപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Phylum Chordata is divided into 3 subphylums as Urochordata or Tunicata, Cephalochordata and Vertebrata. Subphyla Urochordata and Cephalochordata are often referred to as Protochordate or Ecrania, and they are exclusively marine organism. In Urochordata, notochord is present only in larval tail, while in Cephalochordata, it extends from head to tail region and is persistent throughout their life. Example, Urochordata, Acidia, Salpa, Doliolum. Cephalochordata example, Branchiostoma, that is Amphioxus or Lancelet. Now, the members of subphylum Vertebrata possess notochord during the embryonic period. The notochord is replaced by a cartilaginous or bony vertebral column in the adult. Thus, all vertebrates are chordates, but all chordates are not vertebrates. Besides the basic chordate characters, vertebrates have a ventral muscular heart with 2, 3 or 4 chambers, kidney for excretion and osmoregulation, and paired appendages which may be fins or limbs. Okay, ഇനി നമുക്ക് വെർട്ടിബ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കേണ്ടത്. വെർട്ടിബ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഫൈലം വെർട്ടിബ്രേറ്റ് എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം കേട്ടോ.